പ്രാവശ്യം ജാർഖണ്ഡിൽ ഹൈക്കോടതിയുടെ 2-അംഗ ബെഞ്ച് സുജിത് നാരായൺ പ്രസാദ് AK റായ് എന്നിവരുടെ ബെഞ്ച് ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം ഈ വാർത്തകളുടെയൊക്കെ വെളിച്ചത്തിൽ ഒരു ഹർജി കിട്ടിയിട്ട് ഒരു വിഷയത്തിൽ, ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ 2 ആഴ്ചക്കുള്ളിൽ എന്താ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് പോലീസിനോട് ചോദിച്ചിട്ടുണ്ട്. എന്താ നടപടിയാണ് നിങ്ങളെടുത്തത്? വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാർഖണ്ഡിലേക്ക് ഈ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമ ബംഗാൾ അതിർത്തി വഴി, ജാർഖണ്ഡിനും അതിർത്തി ഉണ്ടല്ലോ, വഴി ഈ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറുന്നു. ഈ നുഴഞ്ഞു കയറുന്നവർ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഗോത്രവർഗ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നു. വിവാഹം ആണെങ്കിലും അവരെ ഗോത്രവർഗത്തിൽ തന്നെ നിലനിർത്തുന്നു. അപ്പോൾ ഗോത്രവർഗങ്ങൾക്ക് ഒഫീഷ്യൽ കൺവേർഷൻ നടക്കുന്നില്ല. സർക്കാർ ആനുകൂല്യങ്ങൾ ധാരാളം ഉണ്ട്, ഭൂമി ഉൾപ്പെടെ. അതിൻ്റെ അകത്ത് ഇവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകാം, അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ കൺവേർഷൻ കൊണ്ട് പറ്റില്ല ഈ ഗോത്രവർഗ സ്ത്രീക്ക്. മാത്രമല്ല ചിലപ്പോൾ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ ഈ ഗോത്രവർഗ സ്ത്രീകളുടെ പേര് ഭൂമി വാങ്ങി ആനുകൂല്യത്തിന് വേണ്ടി അങ്ങനെ വാങ്ങുന്നുമുണ്ട്, നിലനിർത്തുന്നതിന് പുറമെ. ഇങ്ങനെ ആ ബംഗ്ലാദേശ് അതിർത്തിയിൽ, അതായത് സന്താൾ പർഗാന ജില്ലകളിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പുതിയ മദ്രസകൾ 46 എണ്ണം വന്നിരിക്കുന്നു ഈ ഗോത്രവർഗ മേഖലയിൽ. അത് അത്ഭുതകരമല്ലേ? 46 എണ്ണം. ഗോഡ, ദിയോഗർ, ദുംക, ജംതാര, സാഹിബ്ഗഞ്ച്, പാക്കൂർ, ഇതാണ് ആ സന്താൾ ജില്ലകൾ അതിർത്തിയിലുള്ള. ഇത് ബംഗാൾ അതിർത്തിയും ബംഗ്ലാദേശ് അതിർത്തിയാണ്. ഇത് 2024 മാർച്ചിലെ ആജ് തക്കിൽ ഇതിനെപ്പറ്റി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് അന്വേഷിച്ച് വന്നിരുന്നു ഈ ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ട് ഈ വ്യക്തിത്വം, ഗോത്ര വ്യക്തിത്വം നഷ്ടപ്പെടും. മറ്റേ കൺവേർഷൻ, മതം മാറ്റം കഴിഞ്ഞാൽ കൺവേർഷൻ ഇല്ലാതെ, അതെ, ഗോത്രം തന്നെ അല്ലാതാവും അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ചെയ്യുന്നതിന്, മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് വേറെ എവിടെ നിന്നൊക്കെയോ ഫണ്ട് കിട്ടുന്നുണ്ട്. അത് മറ്റേ ദാറുൽ ഇസ്ലാമിൻ്റെ ഫണ്ടിങ് ഉണ്ട്. അങ്ങനെ ഫണ്ടിങ് ഉണ്ട്. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ട്. ആ ഫണ്ടിങ് ഉണ്ട് എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പുരുഷന്മാർ കടന്നു വരുന്നവർ ഖനി തൊഴിൽ അതൊക്കെ എടുക്കുന്നവരാണ്. അപ്പോൾ കുറച്ച് പൈസ ഇങ്ങനെ ചെയ്താൽ കിട്ടിയാലും മോശമല്ലല്ലോ എന്നവർ വിചാരിക്കും. ഈ പ്രദേശങ്ങളുടെ ഈ ഗോത്രവർഗ സ്വഭാവം തന്നെ നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നഷ്ടപ്പെടുന്നു. നുഴഞ്ഞു കയറ്റക്കാർക്ക് വ്യാജരേഖകളൊക്കെ സംഘടിച്ചു കൊടുക്കാൻ വേറെ സംഘങ്ങളും ഉണ്ട്. ജാർഖണ്ഡിൽ എത്തിക്കഴിഞ്ഞാൽ ആ സംഗതികൾ കൂടും. ഇത് ആനന്ദ് ഓജ എന്ന് പറഞ്ഞ MLA, രാജ്മഹൽ മണ്ഡലത്തിൽ നിന്നുള്ള MLA, അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയാണ്. അവിടെ മുസ്ലിം വോട്ടുകൾ കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്മഹൽ മണ്ഡലത്തിൽ. അതിന് തെളിവായിട്ട് അദ്ദേഹം പറയുന്നത് 2019 672 വോട്ടാണ് ബൂത്ത് നമ്പർ 187 ഉണ്ടായിരുന്നത്. 187 ബൂത്തിൽ 672 വോട്ട് 2019 ഉണ്ടായിരുന്നത്. ഇപ്പോൾ 1461 ഒരു ബൂത്തിലെ വോട്ടാണ് 1461. അപ്പോൾ 1171 വോട്ട് കൂടി. മദ്രസ ബൂത്തിൽ, അവിടുത്തെ മദ്രസ ബൂത്തിൽ 754 വോട്ടിൽ നിന്ന് 1189 വോട്ടായിട്ട് കൂടിയിരിക്കുന്നു. ഇത്തരം 73 ബൂത്തുകൾ വോട്ട് കൂടിയത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഈ ബൂത്തുകൾ മുഴുവൻ ഈ മുസ്ലിം സമുദായങ്ങളുടെ മേഖലകളിലാണിത്. ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷന് ഇതേപ്പറ്റി ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഇത്? ഒന്ന് ഈ 2047 ഇന്ത്യയെ ഇസ്ലാമിക് രാജ്യമായി കൺവേർട്ട് ചെയ്യുന്നതിന് ആവിഷ്കരിച്ച ബൃഹത് പദ്ധതിയുടെ ഭാഗമാണിത്. അതിൽ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഞാനിന്ന് വായിച്ച വേറൊരു കാര്യം ഓർമ്മ വന്നുകൊണ്ട്, 2048 ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ 100ാം വർഷമാണ്. അപ്പോൾ ഇസ്രയേൽ തീരുമാനിച്ചിട്ടുണ്ട്
പലസ്തീൻ അപ്പോൾ ഉണ്ടാവില്ല എന്ന്. ഉണ്ടായില്ല എന്ന്. കാരണം അവിടെ ജനസംഖ്യ ജൂതന്മാരുടെ പെരുകുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ സ്ഥലം വേണം. വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ വായിച്ചത് 5000 ചില്ലുവാനം വീടുകൾ, 6000-ന്റെ അടുത്ത് പുതിയ വീടുകൾ പണിയുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് പിടിച്ച സ്ഥലത്ത്. വെസ്റ്റ് ബാങ്ക് പലസ്തീൻ്റെ ഭാഗമാണല്ലോ, അത് ഇസ്രായേലിൻ്റെ ഭാഗമായിട്ട് അവർ മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിൽ മുസ്ലിം ജനസംഖ്യയിൽ അഭൂതപൂർവമായ വളർച്ച വന്നത്, ആസാമിൽ വന്നത്. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇതിൻ്റെ വലിയ വളർച്ച വന്നു. ത്രിപുര തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. ത്രിപുരയിലേക്ക് പക്ഷേ അത്രയും ചെറുത്ത് നിൽപ്പുണ്ട്. അല്ല, ത്രിപുരയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൽ നിന്ന് ഈ ഹമാസ് തുരങ്കം ഉണ്ടാക്കിയില്ല, അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് തുരങ്കം വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്നാലും ഇപ്പോൾ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം അതിന് ഒരു തടസ്സം നേരിട്ടിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസ് ഗവൺമെൻറ് ഇതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നു. കാരണം അവർക്കും അത് ഗുണമാണ്, ആ വോട്ട് കൂടിക്കഴിഞ്ഞാൽ അവർക്കാണ് അതിൻ്റെ മെച്ചം എന്ന് കരുതിയിട്ട് അവർ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റാണ്. അതിന് കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി ഞാൻ വായിക്കുന്ന ഒരു കണക്കനുസരിച്ചിട്ട് $18,000 മില്യൺ അമേരിക്കൻ ഡോളർ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതാണ് രാമൻ നേരത്തെ പറഞ്ഞ ആ ഒരു ധനസഹായത്തെക്കുറിച്ച് പറഞ്ഞത്. അതിങ്ങനെ ആ ധനസഹായം ഗോത്രവർഗത്തിന് അവർ ഹിന്ദു ഗോത്രവർഗങ്ങളാണ്, അവരെ വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സ്റ്റാറ്റസ് പോകുമല്ലോ. അവരുടെ സ്റ്റാറ്റസ് പോയിട്ട് അവരെ ഇസ്ലാമാക്കി എടുക്കുക, അവർക്ക് എന്നിട്ട് കാശ് കൊടുക്കുക. അങ്ങനെ ഇസ്ലാം കുട്ടികളുണ്ടാകുമ്പോൾ അവർ മുസ്ലിമായിട്ട് വളരുക. അങ്ങനെ ഒരു ഇസ്ലാമിക് ഔട്ട്ഫിറ്റ് ഈ അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം ഭൂമിയും കിട്ടുമല്ലോ. അല്ല, അതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക് രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നയമാണ്. ഇവരെവിടെ പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാം എവിടെ പോയി കഴിഞ്ഞാലും അതിനകത്ത് ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കും. ഏത് രാജ്യത്ത് ഇവർ ചെന്നാലും ആ രാജ്യത്തിനകത്തൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവരുണ്ടാക്കിയെടുക്കും. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന പ്രദേശങ്ങളിലൊന്ന് ഇംഗ്ലണ്ടായിരിക്കും. ഇംഗ്ലണ്ടിനകത്ത് ഭയങ്കര ഭീഷണിയുണ്ട്. അല്ല, ഇംഗ്ലണ്ടിനകത്ത് ബ്രിട്ടനകത്ത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഏറെ താമസിയാതെ രൂപപ്പെട്ടു വരും. അത് ഇവരുടെ ഒരു അജണ്ടയാണ്. എവിടെ ചെല്ലുന്നുണ്ടോ അവിടെ എല്ലാം ഒരു ക്ലസ്റ്റേർഡ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് ഒരു ഇസ്ലാമിക രാജ്യം അതിനകത്ത് നിലനിൽക്കും. അവിടുത്തെ ഭരണം മുഴുവൻ ഇസ്ലാമിക രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്യും. ഇത് ഫ്രാൻസിൽ ഇത് തന്നെ സംഭവിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഈ പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർ ക്ലസ്റ്റേർഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറും. ആ ക്ലസ്റ്റേർഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ് മലപ്പുറത്ത് സംഭവിക്കുന്നത് പോലെ അവർ ഒരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ മലപ്പുറത്തെ അവരൊരു ഇസ്ലാമിക് സ്റ്റേറ്റാക്കി മാറ്റും. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറും. എന്നിട്ട് അവിടെയും ഇതുപോലെ തന്നെ വരും. അങ്ങനെ ഇസ്ലാമിക രാജ്യങ്ങളുടെ അങ്ങനെയാണ് ഈ പറഞ്ഞ് ഇത്രയും ഇപ്പോൾ ഈ എന്താണ് ഒപ്പക്ക് എന്നല്ല എന്താണ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ ഒരു ഇതില്ലേ, ഇൻ്റർനാഷണൽ ആ ഒരു ഓർഗനൈസേഷൻ, GCC അല്ല, വേറൊരു സാധനം ഉണ്ടല്ലോ, ഐ വെച്ചിട്ടൊരു സാധനമുണ്ട്, ഇസ്ലാമിക് എന്താണ് ഓർഗനൈസേഷൻ ഓഫ് OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്. അത് എത്രയാണ്? ഇങ്ങനെയല്ലേ ആഫ്രിക്കയിൽ അവരുണ്ടാക്കിയെടുത്തത്. അവർ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഈ തന്ത്രം പയറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ വന്നിട്ടുണ്ട്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ അതിനെ വളരെ എഫക്റ്റീവായിട്ട് തടഞ്ഞു നിർത്തുന്ന ഒരു രാജ്യം ചൈനയാണ്. ചൈനയിൽ ഈ അഭ്യാസം നടക്കില്ല. അത് ഒരു കാരണവശാലും ഇല്ല. അല്ല, അവിടെ മദ്രസ തുടങ്ങാൻ അവർ സമ്മതിക്കില്ല. അവർ പള്ളികൾ മുഴുവൻ നിരപ്പാക്കി. ചൈനയാണ്. ഇന്ത്യയെ അവരൊരു സോഫ്റ്റ് സ്റ്റേറ്റായി കണ്ടിട്ട് ഡെമോക്രാറ്റിക് മീൻസ് ഉപയോഗിച്ച് വരാം എന്നാണ് അവർ കരുതുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഈ വോട്ടർമാരുടെ എണ്ണം ഇങ്ങനെ കൂട്ടി വരുന്നത്. അതിനു വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യാജ പ്രൊഫൈൽസ് സൃഷ്ടിച്ചു കൊടുക്കാനും വ്യാജ വോട്ടർ IDയും വ്യാജ റേഷൻ കാർഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംഘവും പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തിനെ സ്പോൺസർ ചെയ്ത് ആസാമിലെ ആ അതിർത്തിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു നിയോജക മണ്ഡലമുള്ളത്, ലോക്സഭ. 94% അവിടെ ഇത്തവണ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്, MP-ക്ക്. കാരണം അതിങ്ങനെ ആ ബോർഡറാണ്. അത് ക്രമേണ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പോലും മലബാർ സ്റ്റേറ്റ് വേണം എന്ന ആവശ്യം. മലബാർ സ്റ്റേറ്റ് അല്ല, അവർക്ക് മലപ്പുറം കിട്ടിയാൽ മതി. മലപ്പുറവും കോഴിക്കോടും അതിൻ്റെ പാലക്കാട്
ആ പ്രദേശങ്ങളെല്ലാം കൂടി ചേരുന്നൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് അവർക്ക് വേണം. ആ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കണം. ആ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കുക എന്നത് അവരുടെ ലക്ഷ്യമാണ്. അത് അവർ പരസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്താ, അത് രഹസ്യമായിട്ടുള്ള കാര്യമല്ല, പരസ്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് വേറൊരു രാജ്യം സൃഷ്ടിക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഝാർഖണ്ഡിനകത്ത് ഒരു ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കിയെടുക്കും. ഒരു ഇസ്ലാമിക രാജ്യം ഝാർഖണ്ഡ് എന്ന നിലക്ക് വരും. ഇത് അവരുടെ സ്ഥിരമായ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ തന്നെ ഒരു ഷാഡോ സ്റ്റേറ്റ് എന്നൊക്കെ പറയാം. ഒരു നിഴൽ രാജ്യം ഉണ്ടായിക്കഴിഞ്ഞു ഇസ്ലാമിക. അതെ 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 അല്ല, അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ ജനാധിപത്യ പരമായിട്ടുള്ള കാര്യങ്ങൾ നിൽക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നവരുണ്ടല്ലോ, അവരേത് സമയത്ത് വേണമെങ്കിലും ജനാധിപത്യം മാറ്റിവെച്ചിട്ട് മറ്റേ ശരീഅത്ത് നിയമത്തിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാത്തതാണ്. തുടക്കത്തിൽ പാകിസ്ഥാനിലും അത് തന്നെ ആയിരുന്നല്ലോ, അഫ്ഗാനിസ്ഥാനിലും അതായിരുന്നല്ലോ. ഇപ്പോൾ അവിടെയൊക്കെ ഉണ്ടോ? ഇല്ല. കാരണം ജനാധിപത്യത്തിന് അവർ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ മതാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഝാർഖണ്ഡിനകത്ത് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.